ജനമൈത്രി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇന്ന് നടത്താനിരുന്ന പരീക്ഷകളെല്ലാം മാറ്റിവെച്ചിട്ടുണ്ട്. രാവിലെ എക്സാം പോർട്ടലിൽ കയറിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ചില ആളുകൾക്ക് ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല. ചില ആളുകൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്ത് 2 ക്വസ്റ്റ്യനൊക്കെ കഴിഞ്ഞതും ഇഷ്യൂസ് വരാൻ തുടങ്ങി. ഹാങ് ആവലും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പരീക്ഷ ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. ഡേറ്റ് പിന്നീട് അറിയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർക്കായിട്ട് സൈറ്റിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും മുകളിൽ ന്യൂ എൻട്രി ഫോം എന്ന് കാണാം. അതിൻ്റെ താഴെ പറയുന്നുണ്ട് 21/2/2024 ഓൺലൈൻ എക്സാമിനേഷൻ എഴുതാൻ കഴിയാത്തവർ താഴെ കാണുന്ന ഫോം പൂരിപ്പിക്കുക. അടുത്ത തീയതി സൈറ്റിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ്. നിലവിലുള്ള ഈ ഹാൾ ടിക്കറ്റ് തന്നെ ഉപയോഗിക്കാവുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഗൂഗിൾ ഫോം ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടാവും. ആ ഒരു ഗൂഗിൾ ഫോം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലാദ്യം ചോദിക്കുന്നത് ഫുൾ നെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫുൾ നെയിം അടിച്ചു കൊടുക്കുക. മൊബൈൽ നമ്പർ ആയിരിക്കും അടുത്തത് ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതായത് അപ്ലൈ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള അതേ മൊബൈൽ നമ്പർ കൊടുക്കുക. പിന്നീട് ഹാൾ ടിക്കറ്റ് നമ്പർ കൊടുക്കുക. ഹാൾ ടിക്കറ്റ് നമ്പറും കൂടെ ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇന്ന് എക്സാം എഴുതാൻ കഴിയാതെ പോയിട്ടുള്ള എല്ലാവരും, അതായത് ഇന്ന് എക്സാം ഉണ്ടായിരുന്ന എല്ലാ ആളുകളും ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. അതും എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ എക്സാം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ അടുത്ത ഡേറ്റ് ഉടനെ തന്നെ സൈറ്റിലൂടെ അവർ അറിയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് അവരിതിൽ പറയുന്നത്. അതായത് 21-ാം തീയതി പരീക്ഷ എഴുതുവാൻ ലിങ്കിൽ കയറിയപ്പോൾ സെർവർ നോട്ട് അവൈലബിൾ എന്ന് കാണിച്ച അപേക്ഷകർക്കും അതുപോലെ സെർവറിൽ കയറിയിട്ടും പരീക്ഷ പൂർത്തിയാക്കാൻ കഴിയാത്തവർക്കും പുതുക്കിയ തീയതിയും സമയവും www.jmsc.in എന്ന സൈറ്റിൽ ഉടൻ പ്രസിദ്ധീകരിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ എക്സാമിൻ്റെ ഡേറ്റും ഉടനെ തന്നെ ഇതിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഹാൾ ടിക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഹാൾ ടിക്കറ്റ് വെച്ച് തന്നെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അടുത്തത് നാളെ എക്സാമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. അവർ പറയുന്നത് പരീക്ഷയുടെ ടൈമിന് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 6 സെർവറുകൾ തകരാറായതിനാൽ ഉദ്യോഗാർത്ഥികൾക്ക് നൽകിയ പരീക്ഷാ സമയത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. തീയതിയിൽ മാറ്റമില്ല. നാളെ എക്സാം ഉള്ളവർക്കൊക്കെ നാളെ എക്സാം ഉണ്ട്. പക്ഷെ അവരുടെ ടൈമിൽ ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. സമയമാറ്റത്തിൻ്റെ ലിസ്റ്റ് ഓരോ തീയതി അനുസരിച്ച് താഴെ കൊടുത്തിരിക്കുന്നു. ഹാൾ ടിക്കറ്റിലെ യൂസർ നെയിം ആൻഡ് പാസ്വേഡിന് മാറ്റമില്ല. ഹാൾ ടിക്കറ്റ് നമ്പറും പുതുക്കിയ സമയവും താഴെ കൊടുക്കുന്നു. ആയത് നോക്കി പരീക്ഷാ ലിങ്കിൽ കയറി എക്സാം എഴുതുക എന്നാണ് അവർ നാളെ എക്സാമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നാളെ എക്സാമുള്ള എല്ലാവരും ഈ ഒരു ലിസ്റ്റ് ഒന്ന് പരിശോധിക്കണം. ലിസ്റ്റ് ഈ ഒരു സൈറ്റിൽ തന്നെ ഉണ്ട്. നമുക്കത് സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. സൈറ്റിൽ നിന്നും ലിസ്റ്റ് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ എക്സാം ട്രാക്കിൻ്റെ ടെലിഗ്രാം ചാനലിൽ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനലിൽ ജോയിൻ ചെയ്ത ശേഷം ആ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. ടൈമിലാണ് മാറ്റം വന്നിട്ടുള്ളത്. ആകെ ഇപ്പോൾ സമയം ഏതൊക്കെ സമയങ്ങളിലാണ് എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് കാണുന്നുണ്ടാവുക: 22/2/2024. പിന്നെ ഓരോ ടൈമും അതിൻ്റെ അടിയിൽ നമ്മുടെ ഹാൾ ടിക്കറ്റ് നമ്പറുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ലിസ്റ്റിൽ സെർച്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് നമ്പർ ഏത് ടൈമിൻ്റെ അടിയിലാണ് വരുന്നത് എന്നാണ് നോക്കേണ്ടത്. ആ ഒരു ടൈമിലായിരിക്കും നിങ്ങൾക്ക് നാളെ എക്സാം ഉണ്ടാവുന്നത്. 10:30 AM തൊട്ട്, അതായത് 10:30 AM തൊട്ട് 11:30 AM വരെ എക്സാം നടക്കുന്നുണ്ട്. അതുപോലെ 12:15 PM തൊട്ട് 1:05 PM വരെ എക്സാം നടക്കുന്നുണ്ട്. 2 PM തൊട്ട് 2:30 PM വരെ എക്സാം നടക്കുന്നുണ്ട്. 2:55 PM തൊട്ട് 3:25 PM വരെ എക്സാം നടക്കുന്നുണ്ട്. 3:50 PM തൊട്ട് 4:20 PM വരെ എക്സാം നടക്കുന്നുണ്ട്. 4:40 PM തൊട്ട് 5:10 PM വരെ എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഈ സമയങ്ങളിലാണ് നാളെ എക്സാം നടക്കുന്നത്. നാളെ നമുക്ക് എക്സാമുള്ള എല്ലാ ആളുകൾക്കും ആ ഒരു ടൈമിൽ ചേഞ്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൈറ്റിൽ ജനമൈത്രി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റും: കാൻഡിഡേറ്റ്സ് ലിസ്റ്റ് ഫോർ 22/2/2024. അതുപോലെ തന്നെ അതിൻ്റെ അടിയിലുണ്ട് കാൻഡിഡേറ്റ്സ് ലിസ്റ്റ് ഫോർ 22/2/2024 എക്സാമിനേഷൻസ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലിസ്റ്റ് ഫോണിൽ ഡൗൺലോഡായി വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഓരോ ടൈമും കൊടുത്തിട്ടുണ്ട്. ആ ടൈമിൽ എക്സാം നടക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ഹാൾ ടിക്കറ്റ് നമ്പറും അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹാൾ ടിക്കറ്റ് നമ്പർ അടിച്ചു കൊടുത്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക.
സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ എക്സാം ടൈം എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കി ഉറപ്പ് വരുത്തുക. പിന്നെ ഇപ്പോൾ ഉള്ള നമ്മുടെ ഹോൾ ടിക്കറ്റിലുള്ള യൂസർ നെയിമും പാസ്വേഡും തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും.